everyone, welcome to Chinnuzz Diaries. Chinnuzz Diaries എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഓക്കെ, ഇന്ന് നമ്മൾ വീണ്ടും ഒരു സ്വീറ്റ് ഡിഷ് ആയിട്ടാണ് വന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ജാം കുക്കീസ് ആണ്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വെറും 20 മിനിറ്റിനുള്ള ഒരു അടിപൊളി ജാം കുക്കീസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ കുക്കീസൊക്കെ, അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് കഴിക്കണം തോന്നിയാൽ വേഗം പോയി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വേഗം തന്നെ ജാം കുക്കീസ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് നമുക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ അൺസോൾട്ടഡ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് 1/2 കപ്പ് ഷുഗർ മിക്സിയിൽ പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക, അതായത് പൗഡർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു മുട്ട ആഡ് ചെയ്തിട്ട് അതും നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് ഒരു 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഒരു അരിപ്പ് വയ്ക്കുക. ഇതിലോട്ട് 1 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ഇതിലോട്ട് ആഡ് ചെയ്യുക. ഇതിലോട്ട് 1/4 കപ്പ് കോൺസ്റ്റാർച്ച് അല്ലെങ്കിൽ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് ഒരു പിൻ സോൾട്ടും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് സ്പാച്ചുല വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക. ഇങ്ങനത്തെ ഒരു ട്രേയിലാണ് നമ്മൾ കുക്കീസ് ഉണ്ടാക്കുന്നത്. ഒരു ബട്ടർ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഈ ട്രേയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കീസ് ഉണ്ടാക്കാം. കയ്യിൽ ഇച്ചിരി ബട്ടറോ അല്ലെങ്കിൽ ഇച്ചിരി ഓയിലോ പുരട്ടുക, അപ്പോൾ അത് ഒട്ടി പിടിക്കില്ല. ഇങ്ങനെ ഒരു ചെറിയൊരു എമൗണ്ട് എടുക്കുക, ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുക, എന്നിട്ട് ഈ ട്രേയിലേക്ക് വെച്ച് കൊടുക്കുക. ഇതുപോലത്തെ ഒരു സ്പൂണോ അല്ലെങ്കിൽ തമ്പ് വെച്ചിട്ട് ഒന്ന് അതിൻ്റെ സെൻറ്ററിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ജാം ഫില്ല് ചെയ്യേണ്ടത്. ഇതുപോലെ എല്ലാ കുക്കീസും ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക. കുക്കീസ് തമ്മിൽ ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം കേട്ടോ വയ്ക്കാനായിട്ട്. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തു. ഇതിലോട്ട് നമ്മൾ ജാം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് എടുത്തത്. ഏത് ജാം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ ഒരു സ്പൂണിലെടുത്തിട്ട് ഞാൻ അതിൻ്റെ സെൻറ്ററിലോട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ടില്ലേ അവിടേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ എല്ലാ കുക്കീസിലോട്ടും നമ്മൾ ജാം ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിത് ബേക്ക് ചെയ്യാൻ പോവാണ്. 190 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് 12 to 15 മിനിറ്റ് ആണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് കുക്കീസ് ബേക്ക് ചെയ്തിട്ട് വരാം. അപ്പം നമ്മുടെ ജാം കുക്കീസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്കൊരു 12 to 13 കുക്കീസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഭയങ്കര ഈസിയാണ്.
അപ്പോൾ ജാം കുക്കീസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അപ്പുറത്തൊരു കുട്ടി ബെല്ലൈക്കൺ ഉണ്ടാവും, അതൊക്കെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗം പോയി കാണാം കേട്ടോ. പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. എല്ലാ അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടൊക്കെ എൻ്റെ ഒരു ഹായ് പറയുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ലവ് യു ആൾ.